അണ്ടർ വാട്ടർ സൂ ഒക്കെ കാണാൻ വേണ്ടി കയറിയേക്കാണ്. കുഴപ്പമില്ല. പിന്നെ ആശാൻ ഇരുന്ന് അവിടെ വിശ്രമമാണ്. നോക്കി അവൻ്റെ ഇത് നോക്കി. ആ ഞാൻ അടുത്തും വന്നിരിക്കുന്നു. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ. അത് ബുർജ് ഖലീഫ അതിന്റെ ഇതെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കോംബോ പാക്കായിട്ട് കിട്ടിയതാ. ഇവിടെ ഭയങ്കര ചർച്ച, ഇതിനെ വറക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അങ്ങനെ അണ്ടർ വാട്ടർ സൂലോട് കയറി. വേണ്ടമേ തൊടമേ. അതിന്റെ വാ കണ്ടോ? ഇതല്ല പാമ്പ് പോലത്തെ മീൻ. കുഞ്ഞുങ്ങൾ പോലത്തെ സാധനങ്ങളോട് അങ്ങനെ അതിനാട്ട് പോവാ. ഗീതിയല്ല, ഗീതി പോലത്തെ. വേണ്ട ഇത് നോക്കി, കല്ലൊക്കെ എടുത്തുള്ള കളി നോക്കി. മരിവിടെ കളിയാ. ഇതാണ്ട് അതിന്റെ അടിയിൽ പോയി തലയിടുന്നു. കാലുള്ള മീൻ. എന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആക്സിലോട്ടൻ. കാണാമേ. അതുകൊണ്ട് അവന് ഫുഡ് കൊടുക്കും. അതാണ്ട് കറങ്ങുന്നേണ്ട. മാറിക്കൊടുക്കും. പറഞ്ഞു കേട്ടു. വെള്ളത്തിൽ കറങ്ങി വന്നു. അതിന് തിന്നാൻ കൊടുത്തു. പാമ്പിടിച്ച കരിമീൻ. നല്ല രസമുണ്ട്. മീൻ തിളങ്ങുന്നത് നല്ല രസമുണ്ട്. ചീങ്കണ്ണിക്ക് ഉണ്ടായ കുഞ്ഞ. ചീങ്കണ്ണിക്ക് തണുപ്പുണ്ടോടാ? ഇവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പേ എക്സ്ട്രാ ആണ്. ഇതൊക്കെ അനങ്ങുന്നുണ്ടോ? കുറച്ചുപേര് ചീങ്കണ്ണി പോലെ തൊട്ട് കളിക്കോ കേട്ടോ. പിള്ളേര് വിടുന്നേ ഇല്ല. ഇവിടെ ഷാർക്ക് തന്നെ കടിക്കടാ. അക്കച്ച നിന്റെ പാൻറ് ഇതെന്താ ടൈപ്പ് മീന? കിടക്കുന്നു നോക്കി. ഇത് ടീഷർട്ടുകളൊക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല
എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുത്തം പാത്ത് കിടപ്പുണ്ട് കേട്ടോ. തൻ്റെ കണ്ടോ, നാണ്ടൊരുത്തന്നെ ഇറങ്ങും. നല്ല ഉറക്കമാ അതിനകത്ത് എന്തോ. ഇതൊരു രസമുള്ളൊരു അനുഭവം അവർ തരുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഇതൊക്കെ കാണാൻ വേണ്ടി അവർ ആടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രസമുണ്ട്. അവിടെ അപ്പനൊക്കെ ഇങ്ങനെ നടക്കുക. ഒരു കിണ്ണം ചലന്തി ഉണ്ടാക്കി വെച്ചേക്കുക. എന്തോ മീനുകളൊക്കെ. അങ്ങനെ അണ്ടർ വാട്ടർ സൂ ഒക്കെ കഴിഞ്ഞ് അവരുടെ ഗിഫ്റ്റ്